നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഫോൺ ബെൽ മുഴങ്ങി. ആ ശബ്ദം കേട്ട് നീലിമ ഒന്ന് ഞെട്ടി. പതിയെ ഫോണെടുത്ത് സ്ക്രീനിലേക്ക് നോക്കി. പരിചയമില്ലാത്ത ഒരു നമ്പർ. ഒരു നിമിഷം അവളൊന്ന് മടിച്ചു. പിന്നെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, നീലിമ മാഡമാണോ? മറുതലക്കൽ ഒരു സ്ത്രീയുടെ ശബ്ദം. ആ ശബ്ദം ഒരു തിടുക്കം ഉണ്ടായിരുന്നു. അതെ, ഞാനാണ്. നീലിമയുടെ ശബ്ദം ചെറുതായൊന്ന് വിറച്ചുപോയി. ഞാൻ അൾട്രാ ആശുപത്രിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഒരു നിമിഷം നിശബ്ദത. പിന്നെ, നിങ്ങളുടെ ഭർത്താവിന് ഒരു അപകടം പറ്റിയിട്ടുണ്ട്. ആ വാക്കുകൾ കേട്ടതും നീലിമയുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. കാലുകൾ തളരുന്നതുപോലെ തോന്നി. എന്താ സംഭവിച്ചത്? ഇടറിയ ശബ്ദത്തിൽ അവൾ ചോദിച്ചു. അദ്ദേഹം മദ്യപിച്ച നിലയിലായിരുന്നുവെന്നാ തോന്നുന്നേ. കാർ ഒരു മരത്തിലെടുക്കുകയായിരുന്നു. തലക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ബോധമില്ല. പക്ഷേ അവൾ ഒരു നിമിഷം നിർത്തി. ബോധമില്ലാതെയും അദ്ദേഹം വീണ്ടും വീണ്ടും ഒരു പേര് മാത്രമാണ് പറയുന്നേ. നീലിമ, നീലിമ എന്ന് മാത്രം. ആ വാക്കുകൾ നീലിമയുടെ ഹൃദയത്തിൽ ആഴത്തിലേക്ക് പതിഞ്ഞു. കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി. സങ്കടമോ ദേഷ്യമോ ഭയമോ ഏത് വികാരമാണെന്ന് അവൾക്ക് തന്നെ മനസ്സിലായില്ല. ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ അജയനുമായുള്ള പഴയ ഓർമ്മകൾ ഓരോന്നായി അവളുടെ മനസ്സിലേക്ക് വന്നു. ആദ്യത്തെ കണ്ടുമുട്ടൽ, പ്രണയം, വിവാഹം, പിന്നെ മദ്യപാനം, വഴക്കുകൾ, കരച്ചിലുകൾ, തകർന്ന സ്വപ്നങ്ങൾ എല്ലാം ഒരു സിനിമ പോലെ അവളുടെ മനസ്സിലേക്ക് ഒരു നിമിഷം കടന്നു വന്നു. അമ്മേ, അരുണിൻ്റെ വിളിയാ അവളെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത്. വേഗം റെഡിയാവുക, അച്ഛനെ കാണാൻ പോകാം. അത് കേട്ടതും അരുണിൻ്റെ മുഖം തെളിഞ്ഞു. അച്ഛൻ എത്ര തെറ്റ് ചെയ്താലും ആ കുഞ്ഞിൻ്റെ മനസ്സിൽ അദ്ദേഹം എന്നും ഒരു ഹീറോ തന്നെയായിരുന്നു. കുറച്ച് സമയത്തിനധികം അവർ ആശുപത്രിയിലെത്തി. മരുന്നുകളുടെ ഗന്ധം, ഓടി നടക്കുന്ന നഴ്സുമാർ, ആംബുലൻസിൻ്റെ ശബ്ദം എല്ലാം കൂടി നീലിമയുടെ നെഞ്ചിടിപ്പ് കൂട്ടി. ICUവിന് മുന്നിൽ പ്രതീക്ഷയും ഭയവും നിറഞ്ഞ നിമിഷങ്ങൾ. ഒടുവിൽ ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ, അദ്ദേഹം. നീലിമ ശബ്ദം വിറച്ചിരുന്നു. തലക്ക് ഗുരുതരമായ പരിക്കുണ്ട്. ഇപ്പോഴും ബോധം വന്നിട്ടില്ല. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഭയപ്പെടേണ്ട. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ജഗൻ പുറത്തുണ്ട്. ആ വാക്കുകൾ അവൾക്ക് ചെറിയൊരു ആശ്വാസം നൽകി. അവൾ നേരെ ജഗൻ്റെ അടുത്തേക്ക് നടന്നു. ജഗൻ, എങ്ങനെയാ ഇതൊക്കെ സംഭവിച്ചേ? ജഗൻ പതിയെ തല കുനിച്ചു. എനിക്കുമൊന്നും അറിയില്ല നീലിമ. പോലീസുകാരനാണ് എന്നെയും വിവരം അറിയിച്ചത്. ഞാനെത്തുമ്പോഴേക്കും അവൻ അവിടെ ഉണ്ടായിരുന്നു. മറുപടി കേട്ടതും നീലിമയുടെ മനസ്സ് വീണ്ടും ഭാരമായി. പതിയെ അവൾ ICUവിലേക്ക് നടന്നു. ബെഡിൽ തലയിലും കൈകളിലും ബാൻഡേജ് ചുറ്റി. ഒരുപാട് യന്ത്രങ്ങൾക്കിടയിൽ അവൻ നിശ്ചലനായി കിടക്കുന്നു. ആ കാഴ്ച അവളുടെ ഹൃദയം കീറിമുറിച്ചു. ഒരു കാലത്ത് തൻ്റെ ലോകമായിരുന്ന മനുഷ്യൻ ഇന്ന് ജീവനും മരണത്തിനുമിടയിൽ കിടക്കുന്നു. കണ്ണുനീർ അടക്കാനാവാതെ അവൾക്ക് കഴിഞ്ഞില്ല. ഇനി ഞങ്ങളുടെ ജീവിതം ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ നടക്കുന്നത് എന്താണെന്ന് ജഗന് പതിയെ മനസ്സിലായി. ഓരോ നിമിഷം കഴിയും തോറും അവൻ്റെ ഉള്ളിൽ ദേഷ്യം ആണ പൊട്ടി ഒഴുകി. താൻ ജീവനേറെ സ്നേഹിക്കുന്ന തീയെപ്പോലും കാണാൻ അവൾ നിൽക്കാതെ അവൾ ഓടിയെത്തിയത് തൻ്റെ മുൻ ഭർത്താവിനെ കാണാനാണോ? ആ ചിന്ത അവൻ്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി. ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. ആ ദേഷ്യമൊന്നും പുറത്തു കാണിക്കാതെ അവനെല്ലാം നോക്കി നിന്നു. അതേസമയം അവരുടെ സംഭാഷണത്തിനിടയിൽ നീലിമ പതിയെ മുറിക്കുള്ളിലേക്ക് നടന്നു വന്നു. കിടക്കയിൽ ബോധമില്ലാതെ കിടക്കുന്ന അജയനെ അവൾ ഒരു നിമിഷം നോക്കി. തലയിൽ ബാൻഡേജ്, ശരീരമാകെ മുറിവുകൾ, പല യന്ത്രങ്ങളും അവനോട് ഘടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും മുഖത്തിൻ്റെ അഹങ്കാരത്തിന് മാത്രം ഒരു മാറ്റവും ഉണ്ടായില്ല. ഞാനെന്ന പുരുഷഭാവം ഇപ്പോഴും അവൻ്റെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ നീലിമയുടെ ചുണ്ടിൽ ഒരു മങ്ങിയ പുഞ്ചിരി വിരിഞ്ഞു. മറ്റുള്ളവരെ സഹായിക്കുന്നത് എൻ്റെ സ്വഭാവമാണ്. ഇത് അയാളെ കണ്ടിട്ട് ഞാനെന്തിനു മാറ്റണം? അവൾ മനസ്സിൽ പറഞ്ഞു. പിന്നെ അവിടെ നിന്നിരുന്ന വാർഡ് ബോയിയെ വിളിച്ചു. ചേട്ടാ, ഒന്ന് ഇങ്ങോട്ട് വരാമോ? എന്താ മോളെ? അയാൾ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഇയാളുടെ പക്കൽ പേഴ്സുണ്ടോ? ഒന്ന് നോക്കാമോ? ശരി മോളെ. അയാൾ പതിയെ അജയൻ്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്തു. അതിൽ നീലിമ നേരെ നീട്ടി. നീലിമ പേഴ്സ് വാങ്ങി തിരിഞ്ഞ് ജഗൻ്റെ കയ്യിൽ കൊടുത്തു. ജഗൻ, ഇതിൽ പണമുണ്ടാകും.
ഹോസ്പിറ്റൽ ബിൽ ഇതിൽ നിന്ന് അടച്ചാൽ മതി. ശാന്തമായ സ്വരത്തിലായിരുന്നു അവൾ അവനോടത് പറഞ്ഞതും. പക്ഷേ ജഗനൊന്നും പറഞ്ഞില്ല. ഒരു നിമിഷം രൂക്ഷമായി അവളെ ഒന്ന് നോക്കി. പിന്നെ ആ പേഴ്സുമായി കൗണ്ടറിലേക്ക് അവൻ നടന്നു. അതേസമയം നീലിമ തൻ്റെ ഫോണെടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു. മറുതലക്ക് ഫോണെടുത്തതും അജയന് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ആശുപത്രിയിലാണ്. ആശുപത്രിയുടെ പേര് മാത്രം പറഞ്ഞ ശേഷം മറുഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും കാത്തു നിൽക്കാതെ അവൾ കോൾ കട്ട് ചെയ്തു. ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞിരുന്നു. അതിലപ്പുറം അവൾക്കവിടെ നിൽക്കാൻ തോന്നിയില്ല. അല്ലെങ്കിൽ ആ മനുഷ്യനുമായി തനിക്കൊരു ബന്ധവുമില്ല. തന്നെ വഞ്ചിച്ച് മറ്റൊരുത്തിയെ സ്വന്തമാക്കിയതാണവൻ. മരുന്നിൻ്റെ മണം നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് അവൾ പതിയെ പുറത്തേക്ക് നടന്നു. പക്ഷെ ആശുപത്രിയുടെ വാതിൽ കടന്നതും ആരോ അവളുടെ കൈത്തണ്ടിൽ ശക്തമായി പിടിച്ചു. അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി. ജഗൻ. കണ്ണുകളിൽ ദേഷ്യം മാത്രം. എന്താടീത്? അവൻ്റെ ശബ്ദം വിറച്ചിരുന്നു. ഭർത്താവിനോടുള്ള സ്നേഹം വീണ്ടും തുളുമ്പി ഒഴുകുകയാണോ നിനക്ക്? അതുകൊണ്ടാണോ എല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പിടിച്ച് നീ ഇങ്ങോട്ട് തന്നെ വന്നത്? ഓരോ വാക്കിലും പരിഹാസവും അമർഷവും പുകയുന്ന അസൂയയും നിറഞ്ഞു നിന്നിരുന്നു. നീലിമ മാത്രം അവൻ്റെ കണ്ണുകളിലേക്ക് ശാന്തമായി നോക്കി നിന്നു. ജഗൻ്റെ കടുപ്പമേറിയ കൈകളിൽ നിന്ന് സ്വന്തം കൈ ബലമായി തട്ടിയെറിഞ്ഞ് നീലിമ അതിവേഗത്തിൽ മുന്നോട്ട് നടന്നു. രാത്രിയുടെ ഇരുട്ട് പതിയെ വഴിയോരത്ത് പടർന്നു പിടിച്ചു. വിജനമായ ആ റോഡിലൂടെ ഇടയ്ക്കിടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന ശബ്ദങ്ങൾ മാത്രം കേൾക്കാം. പക്ഷേ നീലിമയുടെ മനസ്സിൽ ആ ശബ്ദങ്ങളൊന്നും പതിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ കാലുകൾ മുന്നോട്ട് നീങ്ങുമ്പോൾ തൊട്ടു പിന്നാലെ ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് ജഗനും നടന്നു. ആശുപത്രിയിലേക്ക് വന്ന വിലയേറിയ കാർ അവിടെ അനാഥമായി കിടക്കുകയാണെന്ന കാര്യം പോലും അവൻ മറന്നു പോയിരുന്നു. അവൻ്റെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം മാത്രം. എന്തിനാ അവൾ ഇവിടേക്ക് വന്നത്? ഉപേക്ഷിച്ചു പോയ ബന്ധത്തോട്, ആ മനുഷ്യനോട് ഇത്ര പെട്ടെന്ന് എന്തിനാ വീണ്ടും അവൾ ഇത്ര കരുതൽ? ആ ചോദ്യം അവൻ്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അതേസമയം ജഗൻ്റെ വാക്കുകൾ നീലിമയുടെ മനസ്സിലും ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിരുന്നു. പെട്ടെന്ന് അവൾ നിന്നു. തിരിഞ്ഞ് ജഗൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ഭർത്താവോ? അവളുടെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞൊരു ചിരി വിരിഞ്ഞു. ഭർത്താവ് എന്നൊരു സ്ഥാനം നൽകാൻ എന്ത് യോഗ്യത അയാൾക്കുള്ളത്? ആക്രോശം നിറഞ്ഞ ശബ്ദം പുറത്തേക്ക് വന്നു. ആ നിശബ്ദമായ രാത്രിയിൽ അത് മുഴങ്ങിക്കേട്ടു. ജഗൻ ഒന്നും മിണ്ടിയില്ല. അവളെ തന്നെ ഉറ്റുനോക്കി. ഈ വിഷയം ഇന്ന് തന്നെ അവസാനിപ്പിക്കണമെന്നും അവൻ മനസ്സിൽ ഉറപ്പിച്ചു. പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ? അവൻ്റെ അടുത്ത ചോദ്യം. നീലിമ കാലുകളെ ഒരു നിമിഷം നിശ്ചലമാക്കി. അവൾ പതിയെ ശ്വാസമെടുത്തുകൊണ്ട് തിരിഞ്ഞു നിന്നു. ശേഷം ദൃഢമായ സ്വരത്തിൽ അവനോടായി പറഞ്ഞു. മനുഷ്യത്വം. വെറും മനുഷ്യത്വം മാത്രമേ ഉള്ളൂ ആ മനുഷ്യനോട് എനിക്ക്. അതെ, കേവലം മനുഷ്യത്വം മാത്രം. ആ മറുപടി കേട്ടതും ജഗൻ പരിഹാസത്തോടെ ചിരിച്ചു. ഹാ, മനുഷ്യത്വമോ? ദിവസം എത്രയോ പേർ റോഡിൽ അപകടത്തിൽ പെടുന്നുണ്ട്. അവരെല്ലാം രക്ഷിക്കാൻ നീ ഓടിപ്പോകാറുണ്ടോ? എൻ്റെ കൺമുന്നിൽ ആരെങ്കിലും കിടന്നാലും ഞാൻ തിരിഞ്ഞു നോക്കാതെ പോകുമോ? ഇതും അതുപോലെയല്ലേ? അവൻ്റെ ശബ്ദം അവിശ്വാസം നിറഞ്ഞു നിന്നു. നീലിമ ഒരു നിമിഷം അവനെ നോക്കി. ശേഷം മനസ്സിൽ വർഷങ്ങളായി അടക്കി വെച്ച വേദന വാക്കുകളായി പുറത്തു വന്നു. ഒരു സ്ത്രീക്ക് പുരുഷനില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് അയാൾ. പുരുഷന്മാർ എന്ത് ചെയ്താലും സ്ത്രീകൾ സഹിച്ചേ മതിയാവും എന്നാണ് അയാളുടെ വിശ്വാസവും. കയ്യിൽ കുഞ്ഞുമായി ഞാൻ വഴിയാധാരമാകുന്നെന്ന് പറഞ്ഞു എന്നെ ഭയപ്പെടുത്തി തളർത്താൻ നോക്കിയ മനുഷ്യനാണ് അയാൾ. ഒരു നിമിഷം അവൾ നിർത്തി. കണ്ണുകൾ നിറഞ്ഞെങ്കിലും ശബ്ദം ഇടറിയില്ല. പക്ഷെ ഞാൻ തലയുയർത്തി ജീവിക്കുന്നത് തീരുമാനിച്ചവളാണ്. അതിനിടയിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ച് മരിച്ചു പോയാൽ ഞാൻ നേടിയ വിജയത്തിന് എന്ത് അർത്ഥമാ ഉള്ളത്? അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഓരോ വാക്കിലും ഒരു പെണ്ണിൻ്റെ ആത്മാഭിമാനം ജ്വലിച്ചു നിന്നു. ആ വാക്കുകൾ ജഗൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. മുഖത്തെ മുറുക്കം പതിയെ അഴിഞ്ഞു. ദേഷ്യത്തിന് പകരം ഒരു ശാന്തത അവനെ പൊതിഞ്ഞു. ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു. എന്നാൽ ആ തിലയെടുപ്പോലെ തന്നെ വീട്ടിലേക്ക് നടന്നാലോ? നീലിമക്ക് ഒരു നിമിഷം അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. അപ്പോഴാണ് കാർ അവിടെ തന്നെയാണ് കാര്യം അവൾ ഓർത്തതും. വീണ്ടും വാക്കേറ്റം നടത്തി സമയം കളയാതെ ജഗൻ മുന്നോട്ട് നടന്നു. അതുവഴി വന്ന ഒരു ഓട്ടോറിക്ഷക്ക് അവൻ കൈ കാട്ടി. ഓട്ടോ നിർത്തിയതും നീലിമയെ നോക്കി. ഒന്നും പറയാതെ അവളും അതിൽ കയറി. ജഗനും ഒപ്പം ഇരുന്നു.
ആ ചെറിയ ഓട്ടോറിക്ഷയിൽ അവളോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ജഗന് ആദ്യമായൊരു അനുഭവമായിരുന്നു. വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവളുടെ സാമീപ്യം മാത്രം അവൻ്റെ മനസ്സിന് പറഞ്ഞറിയിക്കാനാത്ത ഒരാശ്വാസമായി. കുറച്ച് സമയത്തിനു ശേഷം അവർ വീട്ടിലെത്തി. വാതിൽ തുറന്നതും മമ്മി എന്ന് വിളിച്ചുകൊണ്ട് കുഞ്ഞു ദിയ ഓടി വന്നു. അതേസമയം ഹായ് ജഗൻ അങ്കിൾ എന്ന് ആവേശത്തോടെ അരുൺ അവനെ കെട്ടിപ്പിടിച്ചു. ഒരു നിമിഷം ജഗൻ്റെ മുഖം മങ്ങിപ്പോയി. അരുണിനെ രജനി കൊണ്ടുവന്നിരുന്നു. ഒരിക്കലെങ്കിലും തന്നെ ഡാഡി എന്ന് വിളിക്കുമെന്ന് അവനും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ആ പ്രതീക്ഷ വീണ്ടും ഒരു പ്രതീക്ഷയായി മാറി. അതൊന്നും പുറത്ത് കാണിക്കാതെ അവൻ കുഞ്ഞിൻ്റെ തലയിൽ തലോടി. ശരി മക്കളെ, രണ്ടുപേരും നല്ല കുട്ടികളായി കളിച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കിത്തരാം, നീലിമ വാത്സല്യത്തോടെ പറഞ്ഞു. അത് കേട്ടതും രണ്ട് കുട്ടികളുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അവർ പതിയെ തലയാട്ടി ചിരിച്ചുകൊണ്ട് കളിക്കാനോടി. നീലിമ പതിയെ അടുക്കളയിലേക്ക് നടന്നു.